ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഓൺലൈനായിട്ട് എവിടെ നിന്ന് ചെടി വാങ്ങിയാലും നിങ്ങൾക്ക് അതെല്ലാം തന്നെ ഒന്നും പോകാതെ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഒന്നാമത്തെ കാര്യം മണ്ണാണ്. മേൽമണ്ണ് നീക്കം ചെയ്ത് വളക്കൂറില്ലാത്ത മണ്ണ് വേണം ഇതിനായി എടുക്കാനായിട്ട്. കൊറിയർ വഴി വരുന്ന ചെടികൾക്ക് എന്തായാലും സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളമുള്ള മണ്ണ് ആദ്യം കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം ചെറിയ ചട്ടി വേണം എടുക്കാനായിട്ട്. വലിയ ചട്ടിയിൽ ഒരുപാട് മണ്ണ് നിറച്ച് നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൽ നനവ് നിന്ന് ചെടികളുടെ വേര് കേടുവന്നു പോകും. പുതിയ വേരുകളൊന്നും വരില്ല, വേര് ചീഞ്ഞു പോകും. അപ്പോൾ ചെറിയ സൈസുള്ള പോട്ട് എടുക്കുക. നമ്മൾ പ്ലാന്റ് ജസ്റ്റ് വെച്ച് ചുറ്റും മണ്ണിടാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം മതി. ഹോൾസുള്ള ചട്ടി എടുക്കുക. ചട്ടിയുടെ താഴെ കുറച്ച് മണ്ണിട്. നമുക്ക് വേണമെങ്കിൽ ഓടിന്റെ കഷ്ണങ്ങളോ മണലോ ഒക്കെ തന്നെ ഇടാൻ, വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെടി ഇതുപോലെയാണ് പാക്ക് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ അതിന്റെ കവർ റിമൂവ് ചെയ്തിട്ട് അതിന്റെ ഉൾഭാഗം നനവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നനവില്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക. എന്തായാലും ചെറിയൊരു വെറ്റ്നസ് ഉണ്ടാവും. നമ്മൾ കോക്കോപീറ്റും കൂടി വെച്ചിട്ടാണ് അയക്കുക. ഈ ഒരു മണ്ണ് നിങ്ങൾ റിമൂവ് ചെയ്യരുത്. ആ ഒരു ഭാഗത്തെ റൂട്ട്സ് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് പിടിച്ച് കിട്ടില്ല. പലരും ഇത് കഴുകി കളഞ്ഞിട്ട് നടാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് അതുപോലെ തന്നെ നമ്മൾ നനവില്ലെങ്കിൽ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ചട്ടിയുടെ സെൻട്രലായിട്ട് വെക്കുക. ചുറ്റും മണ്ണിട്ട് കൊടുത്ത് ഫില്ല് ചെയ്യുക. ഈ ഒരു മണ്ണിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മണൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് ചേർക്കാം. വേറെ ഒരു വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇളക്കമില്ലാത്ത മണ്ണാണെങ്കിൽ മാത്രം ചകിരിച്ചോറ് ചേർത്താൽ മതി. അത് വളരെ കുറച്ച് ചേർക്കുക. വെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായി. ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു 3-4 ആഴ്ചക്കുള്ളിൽ നല്ല രീതിയിൽ വേര് പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് വലിയ ചട്ടിയിലേക്ക് വളം ചേർത്തിട്ടുള്ള മണ്ണിലോട്ട് നടാം, അല്ലെങ്കിൽ നിലത്തോട്ട് മാറ്റി നടാം. നിലത്ത് നടുകയാണെങ്കിലും ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ നടണം. ചെറിയ ചട്ടിയിലോ ചെറിയ നഴ്സറി ബാഗിലോ വേണം നട്ടുവെക്കാനായിട്ട്. ചെടിയുടെ സ്ട്രെസ് മാറി പുതിയ ഗ്രോത്ത് വരാനായിട്ട് അതിലുള്ള മുട്ടുകളും പൂക്കളും കായകളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഉറപ്പായിട്ടും ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ തളിരുകൾ പെട്ടെന്ന് വരും. ഇനി ഇതുപോലെ നട്ടിട്ടുള്ള ചെടി ഒരു 3-4 ആഴ്ച വരെ എവിടെയാണ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല ലൈറ്റ് കിട്ടുന്ന സെമി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം. ഡയറക്റ്റ് ആയിട്ട് ഹെവി ആയിട്ടുള്ള സൺലൈറ്റോ ചൂടോ കൊള്ളാത്തൊരു സ്ഥലമായിരിക്കണം. നമ്മൾ കാർ പോർച്ചിൻ്റെ ഉള്ളിലോ ഇൻഡോറിലോ ഒന്നും വെക്കാൻ പാടില്ല. തീരെ ലൈറ്റ് കിട്ടാത്ത മരത്തിൻ്റെ താഴെ ഒന്നും വെക്കാനായിട്ട് പാടില്ല. ഇതുപോലെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലം വേണം. ഡയറക്റ്റ് ആയിട്ട് മഴ കൊള്ളാത്ത മോർണിംഗ് ഈവനിങ് സൺലൈറ്റ് ഒക്കെ തട്ടിപ്പോകുന്ന നമ്മുടെ സൺഷീറ്റ് ഒക്കെ താഴെ വെക്കുന്നത് നല്ലതാണ്. ഈ ചെടികളുടെ സ്ട്രെസ് നല്ല രീതിയിൽ മാറാനായിട്ട് നമുക്ക് എപ്സം സോൾട്ട് യൂസ് ചെയ്യാം. മഗ്നീഷ്യം സൾഫേറ്റ് 3 to 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നല്ല കണക്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഫംഗൽ ഇഷ്യൂസ് വന്ന് റൂട്ടൊന്നും കേട് വന്ന് ചീഞ്ഞു പോവാതിരിക്കാനായിട്ട് നമുക്ക് ഫംഗിസൈഡ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് സാഫ് ഫംഗിസൈഡ് ആണ്. അതും ഒരു 3 to 5 ഗ്രാം നമുക്ക് ആ സെയിം വെള്ളത്തിൽ തന്നെ കലക്കി ആ വെള്ളം വെച്ച് നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ വേറെ ഫംഗൽ ഇഷ്യൂസ് ഒന്നും വരില്ല, ചെടിക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നനയ്ക്കുന്ന രീതി. നമ്മൾ എന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല. നനവ് വിടുമ്പോൾ, അതായത് സോയിൽ ഒന്ന് ഡ്രൈ ആയി തുടങ്ങും മാത്രം നനച്ചാൽ മതി. നനവ് കൂടി കഴിഞ്ഞാലും ഫംഗൽ ഇഷ്യൂസും കാര്യങ്ങളും വന്ന് ചെടികൾ കേടാവും. ഇനി പുതിയ ഗ്രോത്ത് പെട്ടെന്ന് വരാനുള്ള ഒരു ടിപ്പാണ്. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ നനയ്ക്കുന്ന വെള്ളത്തിൽ ഒരു 3 to 5 ഗ്രാം NPK മിക്സ് ചെയ്ത് 19 മിക്സ് ചെയ്തിട്ട് അത് വെച്ച് നനയ്ക്കുകയാണെങ്കിലും ഗ്രോത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. പെട്ടെന്ന് തളിരുകൾ വരും. അപ്പോൾ വീഡിയോ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ചെടികളും ഓൺലൈനായിട്ട് വാങ്ങുന്ന എല്ലാ ചെടികളും നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.